ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. എൻ്റെ പേര് ലീന സുജിത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ജാഗ്രതക്കുള്ള വീഡിയോ. നിങ്ങൾ എൻ്റെ തംബ്നെയിൽ കണ്ടിരിക്കുമല്ലോ. എന്താ എൻ്റെ തംബ്നെയിലുള്ളത്? മീഷോയുടെ റീഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു വൻ തട്ടിപ്പിന് ഇരയാകുന്നതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ എല്ലാവരും നമ്മളൊക്കെ മീഷോയിൽ നിന്ന് സാധനം വാങ്ങുന്നവരാണല്ലേ. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു 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 തട്ടിപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, അത്ര തന്നെ. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ എൻ്റെ തെളിവുകളോട് കൂടിയിട്ടുള്ള, അതായത് ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പിന്നെ ആ ഒരു സ്കാമറുമായിട്ടുണ്ടായ സംസാരത്തിലെ ഓഡിയോ ക്ലിപ്പ് ഉണ്ടാകാം, ഒരു സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകാം. സോ എൻ്റെ വീഡിയോ ചിലപ്പം ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ വലിയ വലിച്ചു നീട്ടലൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് തുടങ്ങാം. അതായത് ഇന്നലെയൊക്കെ മുന്നേ ഉണ്ടായ സംഭവമാണ്. ഓക്കെ, വിഷുവൊക്കെ വരികയല്ലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ജാർഖണ്ഡിലാണ് ഞാനുള്ളത്. സോ വിഷു വരുന്നതിൽ പ്രമാണിച്ചിട്ട് എനിക്ക് 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ കേരള ഫെസ്റ്റിവലൊക്കെ ഞാൻ അവരോട് കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. സോ എന്തെങ്കിലും ഒരു യുണീക്കായി ഞങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ യുണീക്ക് വേയിൽ ഞങ്ങൾ എപ്പോഴും ഈ ഒരു വിഷു ആവട്ടെ ഓണം ആവട്ടെ ആഘോഷിച്ച് വരികയാണ്. സോ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു എന്താ നമ്മൾ പിന്നെ ഡ്രസ് കോഡ് വെക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു 1.5 മുണ്ടും. നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ വിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ജാർഖണ്ഡുകാരാണ്. സോ അവർക്കതൊരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഞാനതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം ഓക്കെ, ഒരു 1 ടൈം വിയർ അല്ലേ, നമുക്ക് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാം. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് 3 പീസ് ഓർഡർ കൊടുത്തു. ഓക്കെ, 3 പീസും ഓർഡർ കൊടുത്തു. സെയിം കളർ, സെയിം ഡിസൈനൊക്കെ. അപ്പം അങ്ങനെ 3 പീസ് അങ്ങനെ മീഷോയിൽ നിന്ന് ഡെലിവറി വന്നു നോക്കുമ്പോൾ എന്താണ്, പേയ്മെൻറ്റ് ഞാൻ ഓൺലൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ പെയ്ഡ്. ഓക്കെ, ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമല്ല. അപ്പോൾ എനിക്ക് പിന്നെ ഡെലിവറി വന്നു. പൊളിച്ച് നോക്കുമ്പോൾ അതിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 എവിടെ പോയി, 2ൻ്റെ പൈസ എവിടെ പോയി? ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ ഞാൻ മീഷോയിൽ ഓർഡറിലേക്ക് പോയി. എന്താ ചെയ്യുക ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതങ്ങോട്ട് റിട്ടേൺ ചെയ്തോളെ. കാരണം എനിക്ക് മൊത്തമായി ഒരു ക്യാൻസലേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ ഈ ഒരു സെറ്റപ്പിലൊക്കെ പോയി. ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എന്നെ സൈഡിൽ കാണിച്ചു തരാം. കാരണം മീഷോയിൽ ഒരു കസ്റ്റമർ സർവീസ് എന്നുള്ളൊരു സംഭവം ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അത് നിങ്ങളൊക്കെ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലം ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തട്ടിപ്പിന് ഇരയാവാൻ പോയതും ഒക്കെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഇതിൻ്റെ എന്താണ് റിട്ടേൺ, എക്സ്ചേഞ്ച്, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ പലതും ഉണ്ട്. അപ്പം ഞാൻ റിട്ടേൺ തന്നെ ഇട്ടു. ഞാൻ വെച്ച് മതി, ഇതങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് പുതിയതായി ഫ്രഷായി ഓർഡർ കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇത് റിട്ടേൺ ഇട്ടു. റിട്ടേണിലിട്ട ഉടനെ അവർക്ക് കൊറിയർ പിക്കപ്പ് അത് ഇത് നോക്കാൻ മറ്റു മെസ്സേജൊക്കെ വന്നു. അങ്ങനെ കൊറിയർ പിക്കപ്പുകാരൻ വന്നു, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് സാധനം എടുത്ത് കൊണ്ടുപോകുന്നു. ഉടനടി എനിക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ റീഫണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഡെലിവറി ആവാത്ത പ്രൊഡക്റ്റിൻ്റെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ കാശ് എവിടെ? അതിന് ഞാൻ എവിടെ പോയി പറയും? അങ്ങനെ ഞാൻ ഈ ഒരു മീഷോയുടെ ആപ്പിൽ മൊത്തം തപ്പി നോക്കി, എവിടെയെങ്കിലും ഒരു കസ്റ്റമർ കെയറോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ എനിക്ക് കാണാൻ കിട്ടിയത് അതെന്താണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൻ്റെ സൈഡിൽ ഇട്ടേക്കാം. അതൊരു ഹെൽപ്പ് എന്നിട്ടൊരു മൊബൈലിൻ്റെ ഒരു പിക്ചറും ഒരു ഹെൽപ്പ് എന്നിട്ട് ഒരു സ്ക്വയർ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഞാൻ എല്ലായിടത്തും നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് അവർ നമ്മളെ കോൾ ചെയ്യും എന്നുള്ള രീതിയിലൊരു മെസ്സേജ് പോലെയാണ് അവിടെ വന്നത്. അതായത് വി വിൽ കോൾ ബാക്ക് യു വിത്തിൻ 5 മിനിറ്റ്സ് അങ്ങനെ. അപ്പോൾ പിന്നെ ഞാനത് അവിടെ ആ സ്ക്രീൻ അവിടെ ഓൺ ചെയ്തിട്ടിട്ട് ഓക്കെ, അവർ കോൾ ചെയ്യുമല്ലോ, അതിന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കോൾ ചെയ്യുന്നു. ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ കസ്റ്റമർ കെയർ സർവീസുമായിട്ട് മീഷോയുടെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് സക്സസ് അല്ല. ഇനിയിപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന്. കാരണം എനിക്കറിയില്ല എങ്ങനെയാണ് മീഷോയുടെ കസ്റ്റമർ സർവീസുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഇതുവരെ അറിയില്ല. ഓക്കെ, നിങ്ങൾക്കറിയുമെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതുവരെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ആ പൈസ റീഫണ്ട് ആവാൻ പറ്റിയിട്ടില്ല. എനിക്ക് അവർ എന്നെ കോൾ ബാക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇനിയിപ്പം ഞാൻ അവരെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യും? ക്വസ്റ്റ്യൻ മാർക്ക്.
എൻ്റെ പൈസ റീഫണ്ട് എങ്ങനെ എടുക്കും? എന്തായാലും അത് എൻ്റെ ഒരു ആവശ്യമാണല്ലോ. കാരണം ഞങ്ങൾ കൂട്ടുകാരികൾ തമ്മിൽ അവരുടെ കാശും കൂടെ, എൻ്റെ കാശ് മാത്രമല്ല, എൻ്റെ കാശാണെങ്കിൽ പോട്ടെ വിചാരിക്കുക, അവരുടെ കാശും കൂടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കേണ്ടത് ബാധ്യസ്ഥതയാണ് അല്ലേ. സോ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യാം, എങ്ങനെ. അങ്ങനെ ഞാൻ ഒബ്വിയസ്ലി നമ്മൾ നോർമലി ഗൂഗിളാണല്ലോ നമ്മളെല്ലാത്തിനും ഇത്. ഗൂഗിളിൽ പോയി ഞാൻ ടൈപ്പ് ചെയ്തു മീഷോ കസ്റ്റമർ കെയർ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ കസ്റ്റമർ കോൾ അങ്ങനെ. അപ്പോൾ ഒരു തുടക്കത്തിൽ തന്നെ അതും ഞാനിവിടെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് കാണിക്കാം എനിക്ക് എവിടെ നിന്നാണ് ആ നമ്പർ കിട്ടിയതെന്ന്. അങ്ങനെ ഞാനൊരു സംഭവം തുടക്കത്തിൽ ബിഗിനിങ്ങിലുള്ള അതിൽ നിന്ന് എങ്ങനെയോ അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ നമ്പറിൽ ആക്സസ് ചെയ്തത് അതൊന്നും എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. എങ്ങനെയോ അതിൽ കണ്ട പോലെ ഞാനതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയി ഒരു ഫോൺ കോളിലേക്ക് എൻ്റെ ഫോണിൽ നിന്ന് കോൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ, അതായത് എൻ്റെ ഈ മീഷോ പ്രൊഡക്റ്റ് എടുത്ത രജിസ്റ്റേർഡ് മൊബൈലിൽ എനിക്ക് സിമ്മിൽ കാശിടാത്തത് കൊണ്ട് കോള് പുറത്തേക്ക് പോകില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വേറെ ഒരു ഫോൺ എടുത്തിട്ടാണ് പിന്നെ ഈ ഒരു നമ്പറിലേക്ക് കോൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു മീഷോ എൻ്റെ റീഫണ്ട് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പം എനിക്കറിയാമല്ലോ അവരിപ്പം ഉടനടി അവരെന്താ ചോദിക്കുക, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ ID നമ്പറൊക്കെ ചോദിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് അത് എനിക്ക് എൻ്റെ ഈ ഫോണല്ല രജിസ്റ്റേർഡ് നമ്പർ, പിന്നെ രജിസ്റ്റേർഡ് നമ്പറിലാണ് എൻ്റെ ഈ ഡീറ്റെയിലൊക്കെ ഉള്ളത്, അത് ഞാൻ നോക്കി പറഞ്ഞു തരാം പിന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്തോ, ഈ ഫോണിൽ നിന്നല്ലാതെ ആ രജിസ്റ്റേർഡ് നമ്പറിൽ നിന്ന് വാട്സാപ്പ് കോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വാട്സാപ്പ് കോളിൽ ചെയ്യാം പറഞ്ഞു. അങ്ങനെ ആ നമ്പർ കൊടുത്തു. ഓക്കെ, എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ രജിസ്റ്റേർഡ് നമ്പറിലാകുമ്പോൾ അവർക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും അവരെ സിസ്റ്റം ഉണ്ടല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാനൊരു രജിസ്റ്റേർഡ് നമ്പറിൽ നിന്ന് ഈ പറയുന്ന ആളെ വാട്സാപ്പ് കോൾ വന്നു, ഇങ്ങോട്ട് കോൾ വന്നു. ഓക്കെ, അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു റീഫണ്ട് വന്നിട്ടില്ല, ഒരു പ്രൊഡക്റ്റ് മാത്രം വന്നു, ഡെലിവറി റിട്ടേൺ കൊടുത്തപ്പോൾ അതിൻ്റെ റീഫണ്ട് വന്നു, പക്ഷേ ഓർഡർ കൊടുത്തിരിക്കുന്നത് വന്നില്ല. അവരുടെ ഓക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ അറിയാം, അതുപോലെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്നോട് പറഞ്ഞു വാട്സാപ്പിൽ പിന്നെ ഇതിപ്പം വോയിസ് കോളിലാണല്ലോ ഉള്ളത്. എന്നോട് പറഞ്ഞു അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ, അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഒരു 3 ഡോട്ട് കാണുന്നുണ്ടോ, ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഷെയർ സ്ക്രീനിന്ന് വരും, അത് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ കോൾ വീഡിയോ കോളിലേക്ക് കൺവേർട്ടായി. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് കാണാം. അപ്പം വേണമെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് എൻ്റെ വീഡിയോ കാണുക പറ്റുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറയും ഇതിപ്പം എൻ്റെ വീഡിയോ ആണല്ലോ കാണുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഇത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, മലയാളമല്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ. ഓക്കെ, അപ്പം തന്നെ ഞാൻ പറയാം എൻ്റെ സ്ക്രീൻ ഷെയർ ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇല്ല മാം, അത് അങ്ങനെയല്ല, നിങ്ങളെ ഫോണിൽ നിന്ന് വേണം എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് ഞാനും വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു SMS ഓപ്പൺ ചെയ്യൂ. SMS ഓപ്പൺ ചെയ്യണ്ട, SMS എന്തൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ SMS ഒരു OTP എന്നിട്ട് SMS. അപ്പോൾ എൻ്റെ സ്ക്രീന് ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ എന്നോടൊരു മെസ്സേജ് തുറക്കുമൊന്നും വേണ്ട. ഞാൻ പറയും ഇതിപ്പോൾ OTP ഒന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡ് പോയില്ല, എൻ്റെ സ്ക്രീന് ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഒബ്വിയസ്ലി എൻ്റെ മെസ്സേജ് ബോക്സ് കാണാം. ഞാൻ ഓപ്പൺ ചെയ്താൽ അപ്പുറത്തുള്ള ആൾക്ക് എന്തായാലും OTP കിട്ടും അല്ലേ. അപ്പോൾ OTP കിട്ടി ഒബ്വിയസ്ലി. അപ്പം ഞാൻ കണ്ടു OTP. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മൈൻഡിൽ ക്ലിക്ക് ചെയ്തു ഇതിപ്പം എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, സ്ക്രീന് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, എന്താ സംഭവിക്കാതെ എനിക്കറിയില്ല. സംതിങ് OTP എന്തായാലും അപ്പുറത്തുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ സ്ക്രീന് ഷെയർ ഓഫ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു എന്താ സ്ക്രീന് ഷെയർ ഓഫ് ചെയ്തത്. അപ്പം ഞാൻ ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, ഞാൻ നോക്കാമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ പിന്നെ ചെയ്യാം, ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കറിയാമല്ലോ എന്തായാലും ഇനി സ്ക്രീൻ ഷെയർ വരുമ്പോൾ എന്തായാലും ഗൂഗിൾ പേ അത് അവർ കാണില്ല. ഞാൻ അത് ചെയ്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് റീഫണ്ട് മീഷോൻ്റെ കിട്ടാൻ വേണ്ടി. ഇതെന്തിനാ ഞാൻ എൻ്റെ ഫോണിൽ ഇതൊക്കെ ചെന്ന്, ഇതാണ് അതിൻ്റെ രീതി മാഡം. പിന്നെ നിങ്ങൾക്ക് റീഫണ്ടല്ലേ വേണ്ടത്, അതിനു വേണ്ടി ഞാൻ ഇതാണ് പ്രോസസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ അറിയാതെ വിശ്വസിക്കുമല്ലോ. കസ്റ്റമർ സർവീസ് സെൻ്ററല്ലേ നമ്മൾ കോൾ ചെയ്തത്, അപ്പം നമുക്ക് അതിൽ പെട്ടെന്ന് വിശ്വാസക്കേട് വരില്ല. ഞാനും പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ വരെ എത്തും നോക്കണമല്ലോ. അപ്പോൾ ഗൂഗിൾ പേ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു. അപ്പോൾ പറഞ്ഞു പേ എനിവൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇല്ലേ. ഞാൻ പറഞ്ഞു പേ എനിവൺ. അപ്പോഴും ഞാൻ പറയുന്നു പേ എനിവൺ എന്ന് പറയുമ്പോൾ ഞാൻ പേ ചെയ്യുന്ന പോലെ മാം ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. ഓക്കെ പേ എനിവണിൽ പോയി. അങ്ങനെ അവൻ എനിക്കൊരു ID പറഞ്ഞു തന്നു.
അതൊരാളുടെ UPI ID ആണ്. ഞാൻ പറയും ഇതൊരു UPI ID ആണല്ലോ. ആ മാം ഞാൻ പറയുന്നത് ചെയ്യൂ. ഓക്കെ, അപ്പോൾ UPI ID അടിച്ച് ഞാൻ നോക്കിയപ്പോൾ അതൊരാളുടെ ഒബ്വിയസ്ലി അത് അയാളുടെ പേര് വന്നു. ഞാൻ പറയും ഇതിങ്ങനെ ഒരാൾ പേര് ഞാൻ മറന്നു, ഇതിങ്ങനെ ഒരാളുടെ പേരാണല്ലോ വരുന്നത്. അന്ന് പിന്നെ പിന്നെ അവിടെ സീറോ പേയ്മെൻറ്റിൻ്റെ അവിടെ ഒരു സീറോ വരുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ വരുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്യണ്ട. അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ പൈസ അയക്കാനൊന്നല്ല പറയുന്നത്. അതിൻ്റെ താഴെ ആഡ് നോട്ട് കാണുന്നുണ്ട്. ഞാൻ പറയാ ആഡ് നോട്ട് കാണുന്നുണ്ട്. ആഡ് നോട്ടിൽ പിന്നെ REFEND എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ REFEND നീ എന്താ ഉദ്ദേശിച്ചത്? അവന് അത് റീഫണ്ട്. ഞാൻ പറഞ്ഞ റീഫണ്ടാണ് REFUND അല്ലേ? അപ്പം അവനും കൺഫ്യൂഷൻ, അവനെന്തോ തട്ടിപ്പിന്നുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ പറയാം ഓക്കെ REFEND അടിച്ച്. അതിന് നിങ്ങൾക്ക് മീഷോയിൽ നിന്ന് എത്രയാണ് പൈസ കിട്ടാനുള്ളത് അതൊന്ന് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ പറയും നോക്ക്, എനിക്ക് മീഷോയിൽ നിന്ന് എത്ര പൈസ കിട്ടണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആസ് ഐ രജിസ്റ്റേർഡ് മൊബൈലിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ റെക്കോർഡ് ഉണ്ടാവുമല്ലോ. സോ അത് നിങ്ങൾക്കാണ്. ഞാൻ ഇപ്പോൾ ഒരു 541 അല്ലെങ്കിൽ 538 ഈ ഒരു എമൗണ്ട് എനിക്ക് കൃത്യമായി ഞാൻ ഓർത്ത് വെച്ചില്ല. അത് ശരി, നിങ്ങൾക്ക് ഓർമ്മയില്ല എമൗണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ സീറോ കാണുന്നില്ലേ അവിടെ ഞാൻ പറയുന്ന നമ്പർ ടൈപ്പ് ചെയ്യുമെന്ന്. എന്നിട്ട് 22 എന്നുള്ള മറ്റും ഇങ്ങനെ നമ്പർ പറയാം. ഞാൻ പറഞ്ഞ സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. നീ പറയുന്ന സാധനം ഞാൻ അവിടെ പിന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ അടിച്ച നമ്പർ ഈ പറയുന്ന ആൾക്ക് പൈസ പോവുമല്ലേ ചെയ്യുക. മാം ഇത് ഞാൻ പറഞ്ഞുതരാം, റീഫണ്ട് ചെയ്യാനുള്ള ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ. അപ്പം അത് ഞാൻ നമ്മളത് അത്ര പൊട്ടത്തിയല്ലല്ലോ. ഗൂഗിൾ പേയിൽ പോയിട്ട് എനിവണിൽ പോയി ഞാൻ ടൈപ്പ് ചെയ്തതിൽ ആ കാശ് അവന് പോകുന്നുള്ളത് അത്ര ചിന്തിക്കാനുള്ള ബുദ്ധി ആയിരിക്കണം. ഞാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞ് ഓക്കെ ബാക്കി പ്രോസസ്സ് പറയും. ഓക്കെ അത് ഞാൻ ചെയ്യാം, നീ ബാക്കി പ്രോസസ്സ് പറയും പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ എന്തായാലും അവിടെ പേയ്മെൻറ്റിൻ്റെ അവിടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ ഞാൻ പോകുന്നില്ല എന്നും മനസ്സിലായി. അപ്പോൾ സ്ക്രീനൊക്കെ ഞാൻ ഷെയറിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു അതിൻ്റെ മുന്നേ. അപ്പം ഈ OTP വഴി ഇവനെന്തോ എൻ്റെ ബാങ്കിൽ ആക്സസ് എന്തോ ചെയ്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ അതവിടെ അത്ര വരെ എത്തി. അപ്പം ഞാനിത് ചെയ്യുന്നില്ല എന്നുണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും SMS വന്നിട്ടുണ്ടോ നോക്ക്, SMS വന്നിട്ടുണ്ടോ നോക്ക്, ട്രൂ കോളറിൽ പോകും, അവിടെ SMS വന്നിട്ടുണ്ടാവും, ആ SMS വന്നതൊന്ന് വായിച്ചു നോക്കൂ. അങ്ങനെ കാരണം ഞാൻ ഇതിൽ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഇവനിപ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതായി. അതായത് റീഫണ്ട് നിങ്ങളുടെ മീഷോയുടെ റീഫണ്ട് കിട്ടാനാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്നാണല്ലോ ഇവനിങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും ഇത് നടക്കില്ല. അപ്പോൾ വേറെ ഒരു ട്രിക്ക് എടുക്കാൻ തോന്നിയിട്ടാവും. കാരണം ഇടക്കിടക്ക് ഇവനില്ലേ മ്യൂട്ട് അടിക്കുന്നുണ്ട്. മാം വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് മ്യൂട്ട് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മേ ബി ഈസ് വിത്ത് എനിവൺ. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവരങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല, ഇവരോട് ഇങ്ങനെ അപ്പോൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ വാട്ട് എവർ. അപ്പോൾ ഞാൻ ജാഗ്രതയിലാണ് ഉള്ളത്. ഇതെന്താ നമ്മുടെയൊക്കെ അറിയില്ലല്ലോ. അപ്പം പിന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ SMS ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ SMS ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഓക്കെ SMS എനിക്ക് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഫെഡറൽ ബാങ്കിലുണ്ടായ കാശ്. എൻ്റെ നമ്മൾ ക്രോസ് ഉണ്ടാവില്ല, ക്രോസ് ഇട്ടിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലാസ്റ്റത്തെ ഡിജിറ്റ് വന്നിട്ട് 4 ഡിജിറ്റ് വന്നിട്ട് എഴുതിയിട്ടുണ്ട് ഡെബിറ്റഡ് 23,000 സംതിങ് പൈസ ഡെബിറ്റഡ് ഫ്രം ദിസ് അക്കൗണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ കണ്ടാൽ എനിക്കറിയാമല്ലോ. ഡെബിറ്റഡ് ആൻഡ് ബാലൻസ് 950 റുപ്പി. പിന്നെ ഫോർ ദ റെഫറൻസ് അതൊരു റെഫറൻസ് നമ്പറും അതിലുണ്ടായിരുന്നു. അപ്പോൾ 8 തുടങ്ങുന്ന ഒരു നമ്പർ, ഒരു വലിയൊരു നമ്പർ. അതൊരു ബ്ലൂ ലിങ്കായിട്ട്, അതായത് ബ്ലൂ കളറിലാണത്. ബ്ലൂ കളറിലെ സാധനം നമുക്കറിയാം മിക്കവാറും അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇതിലേക്ക് കയറി പോകുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാനൊന്നും പോയില്ല. റെഫറൻസ് വാട്ട് എവർ അതവിടെ നിൽക്കട്ടെ ഇങ്ങനെ. അപ്പം തന്നെ ഞാൻ ടെൻഷനായി. കാരണം നമുക്കൊരു മെസ്സേജ് വരികയാണ് എൻ്റെ അക്കൗണ്ട് നമ്പറിൽ നിന്ന് ഇത്രയും പൈസ ഡെബിറ്റായി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ പാനിക്കാവോ ഇല്ലയോ. അപ്പോൾ എന്നോട് പറഞ്ഞു മെസ്സേജ് വന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയും ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയ പിന്നെ ഇതാണല്ലോ മെസ്സേജ് ആണല്ലോ വന്നത്, നീ എന്താ ചെയ്യുന്നത്? പിന്നെ ഡെബിറ്റ് ആയില്ലേ, റീഫണ്ട് വേണോ വേണ്ടയോ? അങ്ങനെയായി അവൻ. ഇത്രയും നേരം അവൻ മീഷോ റീഫണ്ടിന് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നോട് പറയാം ഡെബിറ്റായി. ഡെബിറ്റായപ്പോൾ കാശ് വേണോ വേണ്ടയോ? ഇപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യും. ഇപ്പം ഞാൻ പിന്നെ അല്ലെങ്കിൽ ഉള്ളതും കൂടെ നിങ്ങളെ ബാങ്കിൽ നിന്ന് പിന്നെ ഡിഡക്റ്റ് ആവുന്നു. ഞാനാകെ ബേജാറായി, ശരിക്കും ബേജാറായി. കാരണം ഈ ഒരു പിന്നെ കോളിലാണല്ലോ ഞാനുള്ളത്. അപ്പോൾ എനിക്ക് ഗൂഗിൾ പേ പോയി എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇവൻ പറഞ്ഞ പോലെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിന്നെ എന്താ പറയുക വാഷ്ഡ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണം. പക്ഷേ എനിക്ക് പെട്ടെന്നുള്ള ടെൻഷനിൽ എവിടെയാണ് ഗൂഗിൾ പേയിൽ ചെക്ക് ബാലൻസ് നോക്കുന്നതെന്നുള്ളത് എനിക്ക് പെട്ടെന്നൊന്നും കുറച്ച് നേരത്തേക്ക് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി.
അപ്പം അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്യും ഞാൻ പറയുന്ന പോലെ ചെയ്യും, ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കറിയണം, കാരണം ഡെബിറ്റ് ആയോ ഉണ്ടോ നോക്കണ്ടേ, എന്നിട്ടല്ലേ ബാക്കി ചിന്തിക്കണ്ടുള്ളൂ. ഡെബിറ്റ് ആയിട്ടില്ല പിന്നെ ഐ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് ഗൂഗിളിൻ്റെ അകത്ത് സ്ക്രോൾ ചെയ്ത്, അപ്പോൾ ഗൂഗിളിൻ്റെ അതൊക്കെ അറിയാം, കുറേ താഴോട്ടാണ് നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നത്, ചെക്ക് ബാലൻസ് പറഞ്ഞിട്ട് അല്ലേ. സോ എനിക്കൊന്ന് കോൾ ഡിസ്കണക്ട് ചെയ്തു, കാരണം ഞാൻ ആകെ പാനിക്കായി. കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ ആരാംസെ കുറച്ച് മൈൻഡ് റിലാക്സ് ചെയ്തു. എവിടെയാണ് ഗൂഗിൾ പേയിൽ പിന്നെ ചെക്ക് ബാലൻസ് കാണിക്കുന്നത് എന്നുള്ളതൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാക്കില്ല. ആരായാലും നിങ്ങളും അതേ പിന്നെ സിറ്റുവേഷനിലെത്തി, കാരണം എനിക്കറിയാം എൻ്റെ ബാഗിൽ അത്രയാണ് ബാലൻസ് ഉള്ളത്, അത് മുഴുവൻ റിമൂവ് ആയ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. ആരാ മേടിക്കാതിരിക്കുക ഇല്ലേ. അപ്പം ഞാൻ എന്നെ ഒന്ന് ദീർഘശ്വാസമെല്ലാം എടുത്ത് ചെക്ക് ചെയ്യുക, എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ നോക്കി, ക്ഷമയോടെ നോക്കിയപ്പോൾ പൈസയൊന്നും പോയിട്ടില്ല, അക്കൗണ്ടിൽ ആസ് ഇറ്റ് ഈസ് പൈസ ഉണ്ട്, ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല. സോ ഉടനടി ഓൺ ദ സ്പോട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പൈസ എൻ്റെ സിസ്റ്റർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ അക്കൗണ്ടിലേക്കല്ല, എൻ്റെ സിസ്റ്റർ അക്കൗണ്ടിലേക്ക് കംപ്ലീറ്റ്ലി ഞാൻ പിന്നെ ട്രാൻസ്ഫർ, കംപ്ലീറ്റ്ലി അല്ല, ഒരു 450 അങ്ങനെ എന്തോ ബാങ്ക് വെച്ചാൽ ബാക്കി പൈസ മൊത്തം ഞാൻ സിസ്റ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് I took deep breath. Okay, I didn't lose my money. Okay. സോ അവൻ്റെ കോൾ പിന്നെയും വന്നു. അപ്പം പിന്നെ കുറച്ച് ധൈര്യം വന്നു എനിക്ക്. അപ്പം ഞാൻ എടുത്തു. അന്നേരം പറഞ്ഞ് പിന്നെ ആ പൈസ ആപ്കോ വാപ്പസ് ചായിക്കിനി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഡെബിറ്റായ പൈസ നിങ്ങൾ തിരിച്ചു വേണമോ വേണ്ടയോ. സോ മാം ഞാൻ പറയുന്നത് ചെയ്യൂ എന്നിട്ട് അവൻ തുടരെ പറയാൻ തുടങ്ങി. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ കട്ട് ചെയ്തു. കാരണം ഇനിയിപ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ്റെ ആവശ്യമില്ല എനിക്ക്. ഞാൻ ഒരു പറ്റിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ അവൻ്റെ ഫോൺ എടുക്കണം, അവനിങ്ങനെ തുടരെ വിളിക്കുകയാണ്. സോ ഞാൻ ഡിസ്കണക്ട് ചെയ്ത് പോയി ബ്ലോക്ക് ചെയ്തു. ഐ ബ്ലോക്ക് ഹിം. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ടെൻഷൻ എന്താ, എൻ്റെ OTP വഴി അവൻ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് ഒക്കെ അറിയണം. കാരണം എൻ്റെ എക്സാക്റ്റ് ബാങ്കിലെ എമൗണ്ട് ആണ് ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നതെങ്കിൽ അവൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കണ്ടതുകൊണ്ടല്ലേ. സോ അതായി പിന്നെ എൻ്റെ ടെൻഷൻ. ഓക്കെ, ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല, അവനിനിയിപ്പം എടുക്കാൻ ശ്രമിച്ചാലും ഐ ഡോണ്ട് നീഡ് ടു വറി. പക്ഷേ ഇനി ഫ്യൂച്ചറിലെ ട്രാൻസാക്ഷൻ, പിന്നെ എൻ്റെ ചിന്ത അതായി, ഇനി എന്താണ് ഫർദർ എനിക്കിതിൽ എന്താണ് വരാൻ പോകുന്നത്, അങ്ങനെ ഒരു ടെൻഷനായി. ഓക്കെ, അപ്പോൾ ഞാനന്ന് വിട്ടു. ടെൻഷനുണ്ട്, പക്ഷേ എന്താ ചെയ്യാന്നൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനത്തെ ദിവസം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ വേറൊരു ഫോൺ, രജിസ്റ്റേർഡ് ഫോൺ അല്ലാത്തൊരു ഫോണിൽ നിന്നാണ് ഞാനിവനെ വിളിച്ചതെന്ന് ഞാൻ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിൽ ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഇതിൽ ബ്ലോക്ക് ചെയ്ത്. ഇവൻ പിന്നീട് ശ്രമിക്കുന്നുണ്ടാവാം ഇതിൽ, കാരണം ഇവൻ്റെ കാര്യം നടന്നില്ലല്ലോ, ഇവന് 5 പൈസ എൻ്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇവൻ്റെ കാര്യം നടന്നില്ല. അപ്പോൾ അവന് മറ്റേ നമ്പർ ബ്ലോക്കല്ല. അപ്പം കാണാൻ ഇന്നലെ അവൻ ആ ഫോണിൽ വിളിക്കുകയാണ്. അപ്പം ഞാനിവിടെ മെൻ്റലി പ്രിപ്പയർഡ് ആണല്ലോ, ഇവന് കൊടുക്കാനുള്ള റിപ്ലൈ കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എടുത്തില്ല, കാരണം അതിലും എൻ്റെ അക്കൗണ്ടും ബാങ്കൊക്കെ ഉള്ള ഫോൺ തന്നെയാണ് അതും. സോ ഞാൻ വിചാരിച്ചു വേണ്ട, അതിൽ നിന്ന് ഫോൺ എടുക്കണ്ട, അവനവിടുന്ന് വിളിക്കട്ടെ. അവിടെ ഞാൻ പോയി ബ്ലോക്ക് ചെയ്തു. നമ്പർ കിട്ടിയപ്പം ഇവിടെ ഒരു ഫോണുണ്ട്, അതിൽ വെറും വാട്സാപ്പ് ചെയ്യുന്നൊരു ഫോണുണ്ട്, അതിൽ ഫോൺ സിമ്മ് ബാങ്ക് ഒന്നും കണക്റ്റഡ് അല്ല, ജസ്റ്റ് ഒരു നമ്പർ വാട്സാപ്പ് ചെയ്യാൻ പറ്റും. വൈഫൈ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാൻ പറ്റും, അല്ലാതെ സിമ്മിൽ പിന്നെ റീചാർജ് ചെയ്യുന്ന ഒരു നമ്പർ അല്ലാത്തൊരു ഫോണുണ്ട്. അതെടുത്തിട്ട് ഞാൻ ഈ നമ്പറിൽ, കാരണം അവൻ വാട്സാപ്പാണല്ലോ അവൻ കോണ്ടാക്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചു. കാരണം ഇനി എനിക്ക് എൻ്റെ അടുത്ത എങ്ങനെ ഇവരെ ഒന്ന് കൊടുക്കണോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് എനിക്കറിയില്ല. ഇപ്പോഴും നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം, ഇങ്ങനെ വരുന്ന കേസിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എനിക്ക് നിങ്ങൾ തരിക. കാരണം എനിക്കിതിനെപ്പറ്റി വലിയ നോളജ് ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പ്രൂഫ്, അത് എൻ്റെ ബാങ്കിൽ ഒക്കെ കൊടുക്കാൻ. കാരണം എനിക്കിനി എൻ്റെ പേഴ്സണൽ ബാങ്കാണത്. കാരണം ആ ഒരു മൊബൈൽ നമ്പറായിട്ട് എനിക്ക് കണക്റ്റഡ് 2 അക്കൗണ്ട് ഉണ്ട്. സോ ആ 2 അക്കൗണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വലിയ പ്രശ്നത്തിലാവും. സോ ഫർദറായിട്ട് എനിക്ക് സേഫ്റ്റി വേണമല്ലോ. അപ്പോൾ എൻ്റെ ബാങ്കുകാരുമായിട്ട് ഞാനിത് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് വലിയ തെറ്റ്, അവരാദ്യം അതാ പറയുക. ഓക്കെ, ഐ നാരോ എസ്കേപ്ഡ്, ലക്കിലി ഐ നാരോ എസ്കേപ്ഡ്, ബട്ട് ഫർദർ എനിക്ക് പ്രോബ്ലം വരാൻ പാടില്ലല്ലോ.
സോ എനിക്ക് ഇതിനൊരു പ്രൂഫ് വേണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താ ഞാൻ പ്രൂഫ് കാണിച്ചു കൊടുക്കുക. സോ ആസ് എ പ്രൂഫ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവനെ വിളിച്ച് ഞാൻ ചോദിച്ചു, നീ ഇന്നലെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കോൺവെർസേഷൻ ഞാൻ എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് ഡെലിബറേറ്റ്ലി റെക്കോർഡഡ് ഫോർ എ പ്രൂഫ്. ഓക്കെ, സോ വോട്ട് ഞാൻ അവരെ കൊണ്ട് പറയിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, നീ എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ അവൻ പലതും ഇങ്ങനെ സംസാരിക്കുന്നതിൽ അവൻ്റെ ടോണ് മാറുകയാണ്. എന്നെ പറ്റിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ടോണ് മാറുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ഇനി പിന്നെ അന്നേരം എന്നോട് പറയാം അപ്പം ഡെബിറ്റ് ആയോ എന്ന് എന്നോട് ചോദിക്കാം. ഡെബിറ്റ് ആ വോയിസ് ഒക്കെ ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇടുന്നുണ്ട്, ഒക്കെ നിങ്ങൾ കേട്ടോളൂ. ഹിന്ദിയാണ്, ഞാൻ അതിനെ ട്രാൻസ്ലേറ്റും ചെയ്യാം. बात कर रहा हूँ मैम, क्या दिक्कत हुआ? नहीं आप क्या बोलेंगे, आप हमको कॉल किया था इसीलिए आपका आप क्यों कॉल किए जानना था, इसीलिए आप पहले कभी कस्टमर देखिए, आप पहले कभी कस्टमर केयर में कॉल किए थे क्या, परसों या कल? हाँ कॉल किए थे। हाँ तो क्या दिक्कत हुआ था? क्या दिक्कत हुआ था आप और मेरे साथ बहुत बात हुआ ना, आप भूल गए यस्टरडे? पता नहीं मैम, मेरा सीनियर बात हुआ होगा। तो दिक्कत क्या हुआ था? मेरा मीशो का रिफंड करेगा बोल के ना आपसे हमको बात किया था। कितना अमाउंट आपका रिफंड है? मेरा रिफंड 500 समथिंग, वो मीशो से हमको मिलना था। आप मीशो से कोई रिलेशन तो नहीं है? उसको देखिए मैम, आपको कंप्लेन करके रिफंड लेना होगा, तो मैं आपको प्रोसेस बता देता हूँ कैसे कंप्लेन करके आपको अपना अमाउंट रिफंड लेना है, ठीक है? हाँ तो ठीक है, तो लेकिन आपकी तरफ से मुझे मैसेज आया ना, मेरा बैंक से पैसा डेबिट कराया ऐसा ऐसा करके, वो मैसेज आप हमको क्यों भेजे? ये तरीका है मेरा मीशो का रिफंड करने के लिए, तरीका है? कितने का, देखिए मैम कितने का आपको डेबिट का मैसेज भेजा था? 23,000 ऐसा करके कुछ अमाउंट, मेरा अकाउंट में जो पैसा था वो डेबिट हो गया मेरे अकाउंट से, ऐसा करके तुम हमको मैसेज भेज के तुम हमको बोला मैं आपका मैसेज देखिए, उसको पैसा वापस चाहिए नहीं चाहिए तो बोलो, ऐसा ऐसा बोल के ना आप थ्रेटन कर रहे थे कल। जीपे में किसी का नंबर देख के हमको बोला इतना अमाउंट टाइप करो पैसा भेजो, भूल गए? वैसे आप अपना पहचान कराइए, आपका जॉब क्या है? क्या आप क्या करते हो, मतलब आपका जॉब क्या है? हम लोग यहाँ पे रिफंड के लिए बैठा हूँ मैं। मतलब रिफंड के लिए, मतलब कौन सा कंपनी के लिए? मैं रिफंड का प्रोसेस आपको बताता हूँ। अरे फिर से हम पूछ रहे तुम कौन सा कंपनी के लिए काम कर रहे हैं? रिफंड छोड़ो, तुम कौन सा कंपनी के लिए काम कर रहे हैं बताओ। हाँ मैं ऑल कंपनी का रिफंड कराता हूँ, जितना भी रिफंड होता है यहीं पे कॉल आता है मैं। अच्छा तो तुम्हारे क्या बोलते हैं, कंपनी का नाम भी बताओ ना। कंपनी का देखिए यहाँ पे हम लोग का ऑल है, ठीक है ना, यहाँ पे सारा कंपनी जैसे फ्लिपकार्ट, मीशो, जितना भी हुआ, जोमेटो हुआ, किसी का भी पेमेंट यदि फंसता है ना तो हम लोग यहाँ से कंप्लेन करवा के प्रोसेस करवा के उसका अमाउंट रिफंड करवाते हैं, ठीक है ना मैम? समझ तो गया। देखिए मैम आपका देखिए हमारे सीनियर से बात हुआ था, जो आपका 23,000 डेबिट हुआ था, तो वो आपका रिफंड आया अमाउंट? 23,000 रिफंड आया, ये रिफंड आया, हम तो मेरा 23,000 किसी को भेजे तो नहीं ना। रिफंड का क्या मतलब, मुझे 23,000 का कोई रिफंड लेना भी नहीं है। मेरा 500 मात्र 500 समथिंग मेरा मीशो का एक ऑर्डर गया था, वो एक्स्ट्रा गया, मतलब मुझे 3 पीस चाहिए, कंपनी मुझे 1 भेजा तो मैं उसको वापस कर दिया। वापस करने से मैम 2 मिनट वेट। हाँ कोई शेयर नहीं होता मैम, मेरे बात को समझिए। आपको देखिए कोई जीपे, पेटीएम, कुछ भी पर्सनली आपको ओपन नहीं करना है, ठीक है? छोड़ो ठीक है, देखो मीशो का कस्टमर केयर नंबर का हमको आइडिया नहीं है, वो हम ठीक है, मेरा 500 रुपया ने गया है, हमको रिफंड नहीं चाहिए तुमसे क्यों रिफंड करना? रिफंड नहीं देना है। हम मीशो से हम देखते हैं मीशो का कौन सा टोल फ्री है, ये तुम्हारे जो तरीका हमको
मुझे ठगाने का, तो फिर तुम 23 तुम्हारा पर्सनल फोन से हमको भेज रहे हैं, आपका 23,000 डेबिटेड, वो रिफंड करना है, वो रिफंड करना है, तो क्यों डरा के हमको फिर प्रोसेस करो, फिर क्या रिफंड, क्या पैसा, क्या तुम मतलब हमको समझ में नहीं आया। तुम मेरा बैंक अकाउंट का डेटा ले लिया ना मेरे से स्क्रीन शेयर करवा के। तो वो कभी भी आपका डेबिट हो सकता है, ठीक है? कभी भी डेबिट हो सकता, मतलब तुम मेरा बैंक का डिटेल ले लिया है ना, मतलब मेरा बैंक कोई, हाँ। उसको रोकने के लिए एक ही ऑप्शन है, अभी मैं आपको प्रोसेस बता दूंगा, तो प्रोसेस को फॉलो कीजिए, ठीक है? एक काम करो, मैं आपका, हाँ वो 10 लाख माइनस होगा, 10 लाख माइनस होगा वो अकाउंट। अच्छा। तो भरते ही रहना, ठीक है? पूरा जीवन दान चल जाएगा भरते भरते 10 लाख। अच्छा, 10 लाख मेरा अकाउंट से तुम डेबिट कर देगा? जी, तो आपको देख लीजिए, मैं इस बार समझा देता हूँ मैम, ये मजाक वाली बात नहीं है, सीरियसली मैं बोल रहा हूँ। तो इसके रिगार्डिंग मैं जो प्रोसेस बता रहा हूँ फॉलो कर लो, ठीक है? अच्छा, ऐसा धमका के तुम्हारा पैसा इतना कर एक डेबिट हो जाएगा, मैं ये करेगा, ये तरीका है किसी का रिफंड करने का? तुम जो बोल रहे हो वो प्रोसेस करो, ठीक है ना? आप ज्यादा बोल रहे हो मैम। अच्छा, तुम क्या क्या करेगा मेरे अकाउंट में? 10 लाख माइनस होगा मैम। अच्छा, तुम उसके लिए तुम क्या करेंगे बताओ? मेरा डेटा तुमको मिल गया? जी, आप सारा डिटेल तो आ चुका है, तो मैं जो प्रोसेस बता रहा हूँ, 3 डॉट पे क्लिक करो, शेयर स्क्रीन पे क्लिक करो और स्विच करो। हाँ, करके तुम जो जीपे नंबर देगा, मतलब कोई यूपीआई आईडी नंबर देगा, उसमें हमको तुम जो अमाउंट बोल रहे वो हम तुमको भेजना है, ये ना प्रोसेस? देखिए मैम, आप एक बार जीपे ओपन कर लीजिए, जीपे ओपन कर लीजिए। जीपे ओपन करके बोलो। अभी वहाँ पे पे एनीवन ऑप्शन आ रहा है, पे एनीवन। हाँ, पे एनीवन ऑप्शन आ रहा है, वहाँ पे देखिए, उसके बाद क्या ऑप्शन आया? पे एनीवन में तो हमको यूपीआई आईडी डालना है। अभी वेट करो, मैं वहाँ पे कंप्लेन रिफंड आईडी बताता हूँ, वो यूपीआई आईडी नहीं होता है, ठीक है? अभी वेट करो। കേട്ടല്ലോ എല്ലാവരും വിശദമായിട്ട്. അവൻ ഈ വെയിറ്റ് കറോ എന്ന് പറയുന്നുണ്ടല്ലോ, ആ സമയത്ത് അവൻ ആരോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയ ഗ്യാപ്പ് കഴിയുമ്പോഴാണ് പിന്നീട് അടുത്ത ടോക്ക് വരുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞതിൽ അത് ഒരു കാര്യം വിട്ടുപോയി. SMS ഞാൻ താഴെ റൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് SMS-ഉം GPayയും നമുക്ക് ആർക്കെങ്കിലും ഷെയർ സ്ക്രീൻ ചെയ്യാൻ നോക്കുമ്പോൾ അത് പിന്നെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അത് കാണാൻ പറ്റില്ല അവർക്ക്. ഷെയർ സ്ക്രീൻ ചെയ്താലും അവർക്ക് ബ്ലാക്ക് സ്ക്രീനായിട്ടേ കാണൂ. അതുകൊണ്ടാണ് അവൻ SMS ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ നോർമൽ SMS അവന് ബ്ലാക്ക് സ്ക്രീനായിട്ടാണ് അവന് കാണുന്നുണ്ടാവുക. സോ അത് ഞാൻ പരീക്ഷണം ചെയ്തു. പിന്നീട് ഞാനിത് 2 ഫോൺ വെച്ചിട്ട് ഇതൊന്നും പരീക്ഷണം ചെയ്തതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് SMS-ഉം ഗൂഗിൾ പേയും ആർക്കും ഷെയർ സ്ക്രീൻ ചെയ്യാൻ ശ്രമിച്ചാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ എന്നോട് ട്രൂ കോളറിൽ SMS ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ ട്രൂ കോളറിൽ അത് ചെയ്ത് നോക്കുമ്പോൾ ട്രൂ കോളർ നമുക്ക് ഷെയർ സ്ക്രീനിൽ അപ്പുറത്തുള്ള ആൾക്ക് കാണാൻ പറ്റും. അപ്പോൾ OTP കാണാൻ പറ്റുന്നില്ല. SMS അവൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ സമയത്ത്, ഷെയർ സ്ക്രീൻ നടക്കുന്ന സമയത്ത് OTP അവന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ എന്നോട് ട്രൂ കോളർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ട്രൂ കോളർ SMS ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ ട്രൂ കോളറിലും സെയിം OTP വരുമല്ലോ. അതിലൂടെയാണ് അവന് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, RBIയുടെ റൂൾ പ്രകാരം ചില പോളിസി, കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ബാങ്കുകാരെ അയച്ചു കൊടുക്കാം എന്നുള്ളൊരു അനുവാദമുണ്ട്. അത് എൻക്രിപ്റ്റഡ് മോഡലിലാണ് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ കൊടുത്താലും ആർക്കും അങ്ങനെ നമ്മുടെ ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യാനോ ഒരു ഇതും പറ്റില്ല. കാരണം ഒരു 1 ടൈം പാസ്വേഡ്, OTP എന്ന് പറയുമ്പോൾ തന്നെ 1 ടൈം പാസ്വേഡാണല്ലോ. ആ 1 ടൈം പാസ്വേഡ് കൊണ്ട് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ കൊണ്ടൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതാണ് നമ്മൾ OTP കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ബാങ്ക് എന്താ വിചാരിക്കുന്നത്, OTP കൊടുത്തു, സോ ബാങ്കിൻ്റെ ഡീറ്റെയിൽ എനിക്ക് കൈമാറാൻ കസ്റ്റമർ എനിക്ക് അനുവാദം തന്നു. അങ്ങനെ കസ്റ്റമർ
അനുവാദത്തോടു കൂടി ബാങ്ക് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ബാങ്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, OTP ആർക്കും ഷെയർ ചെയ്യരുതെന്ന്. ഈ സമയത്ത് എനിക്ക് വന്നിരുന്നു OTP ആർക്കും ഷെയർ ചെയ്യരുത് എന്നിട്ട് എനിക്ക് ബാങ്കിൽ നിന്ന് SMS വന്നിരുന്നു. കാരണം ബാങ്കിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുകയാണ്, ഡാറ്റ കൊടുക്കുകയാണല്ലോ. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, എൻക്രിപ്റ്റഡ് മോഡലിലാണ് ബാങ്ക് കൊടുക്കുന്നത്. ഒരിക്കലും അവർക്ക് അത് കൊടുത്തത് കൊണ്ട് നമ്മുടെ ബാങ്കിനെ ഒന്നും ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ. സോ ഫോർ ദ ടൈം ബി അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് 1 ടൈം പാസ്വേഡ്, 1 ടൈം അവന് ഡാറ്റ കിട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ മീഷോയുടെ കാര്യത്തിൽ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത്, അതും ഞാൻ പിന്നീട് ട്രേസ് ചെയ്ത സമയത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓട്ടോമേറ്റഡ് കോളായിട്ടാണ്. ഒരു പ്രാവശ്യം 1 മണിക്ക്, രാത്രി 1 മണിക്ക് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഈ ഒരു കോൾ യു ബാക്ക് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയപ്പോൾ എനിക്ക് കോൾ വന്ന സമയത്ത് എന്താ വെച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർ കെയർ സെൻറ്ററിൽ ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് ഉറങ്ങുകയാണ്, പകുതിയെ കേൾക്കുന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് കോൾ. ഞാൻ എൻ്റെ ഒരു ഏത് പ്രൊഡക്റ്റ് ഐ ഡിയിലാണ് എനിക്ക് പ്രോബ്ലം ഉള്ളത്, ആ ഒരു പ്രൊഡക്റ്റ് ഐ ഡി പറയുമ്പോൾ അത് മുഴുവൻ അവിടെ കേൾക്കുന്നില്ല. അതിൻ്റെ തുടക്കം 2-3 ഡിജിറ്റ് പറയുമ്പോൾ തന്നെ അവർ ഓട്ടോമേറ്റഡ് കോൾ പോലെ ഇത് റീഫണ്ടായി എന്ന് പറയുക. ഞാൻ പറയും ഇത് റീഫണ്ടായി, പക്ഷേ അതല്ല കാര്യം. എനിക്ക് പറയാനുള്ളത് വേറൊരു ഓർഡർ ഐ ഡിയാണ്. അതെത്ര പറഞ്ഞിട്ടും അത് പകുതി വെച്ചിട്ട് ഇതിങ്ങനെ ഓട്ടോമേറ്റഡ് കോൾ പോലെയാണ് അവർ സംസാരിക്കുന്നത്. സോ ഒരു പ്രോപ്പർ കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറഞ്ഞിട്ട് മീഷോയിൽ ഇല്ല എന്നാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം മീഷോയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വലിയ എമൗണ്ടിൽ നിന്ന് റീഫണ്ട് വരുത്തിക്കുന്ന രീതിയിലുള്ള വലിയ വിലൻ്റെ സാധനങ്ങളൊന്നും മീഷോ ഒന്നും വാങ്ങാത്തതായിരിക്കും നല്ലത്. ചെറിയ എമൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇനി റീഫണ്ട് ആയിട്ടെങ്കിലും പോയാൽ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു കസ്റ്റമർ സർവീസ് സെൻറ്ററിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് വലിയ എമൗണ്ടുള്ള കാര്യങ്ങളൊന്നും മീഷോയിൽ ചെയ്യാതിരിക്കുക. ചെറിയ എമൗണ്ടൊക്കെ നല്ല സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റൊക്കെ നല്ലതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. സോ അത് വെച്ച് തൃപ്തിപ്പെടുക. വലിയ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും തെറ്റുപറ്റി റീഫണ്ടിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കസ്റ്റമർ സർവീസ് സെൻറ്റർ പ്രോപ്പർ ആയിട്ടില്ല. അത് ഒരു ഫേക്ക് കോൾ പോലെയോ എന്തൊക്കെയോ ആയിട്ടാണ്. അതിൽ കുറേ കമൻസിലും ഞാൻ കണ്ടു, കസ്റ്റമർ കെയർ സർവീസായിട്ട് കോൺടാക്ട് ചെയ്തവർക്കൊക്കെ ഓരോരോ ബാഡ് എക്സ്പീരിയൻസ് ആണ്. സോ അതാണിപ്പം മീഷോയുടെ കസ്റ്റമർ കെയർ സെൻറ്ററിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സ്ക്രീൻഷോട്ടായിട്ട് ട്രൂ കോളറിൽ കാണിച്ചിരിക്കുന്നത് ആ D എന്ന് കാണുന്നത് ഒരു ദീപക് ശുക്ല, ആ ഒരു നമ്പറിൽ നിന്നാണ് ഈ ഒരു ടോക്കൺ മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സ്ക്രീൻഷോട്ടായി അവിടെ വെച്ചിരിക്കുന്നത്. ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ കൂടി വരികയാണ്. ഈ വീഡിയോയുടെ കൺക്ലൂഷനോടും കൂടെ നിങ്ങൾ കാണുക. ഓക്കെ. അപ്പോൾ അതിൽ പിന്നെ അവൻ എന്നോടേക്ക് നിങ്ങളുടെ പൈസ ഡെബിറ്റ് ആയിട്ടില്ല. ഞാൻ ഡെബിറ്റ് ആയോ ഇല്ലയോ, വൈ ഷുഡ് ഐ ടെൽ യു? ഡെബിറ്റ് എന്നാൽ ഓക്കെ, ഡെബിറ്റ് ആയിട്ടില്ല എങ്കിൽ അത് ഡെബിറ്റ് ആകും, അടുത്ത് തന്നെ ഡെബിറ്റ് ആകും. അത് മാത്രമല്ല 10 ലക്ഷം വരെ, അത് അവൻ്റെ വോയിസ് ഞാൻ ഇടാം, കേൾപ്പിച്ചു തരാം. 10 ലക്ഷം ഞാൻ നിങ്ങളെ ബാങ്കിൽ നിന്ന് പിന്നെ വിഡ്രോ ചെയ്യാം. എനിക്ക് നിങ്ങളുടെ ഡാറ്റ മൊത്തം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെ ബാങ്കിൽ നിന്ന് മൊത്തം പൈസ എനിക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ആവാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇന്നലെ പറഞ്ഞ സെയിം പ്രോസസ്സ് എന്നോട് വീണ്ടും പറയാം. വാട്സപ്പ് കോൾ എടുക്കൂ, 3 ഡോട്ടിൽ പോകൂ, അത് ചെയ്യൂ, ഗൂഗിൾ പേ തുറക്കൂ. അവൻ വീണ്ടും അത് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്കത്രേ വേണ്ടൂ. അവൻ എന്താ പറയുന്നതെന്നുള്ള പ്രൂഫ് എനിക്ക് വേണം. സോ ഐ റെക്കോർഡഡ് എവറിത്തിങ്. ഞാൻ എന്ത് ചെയ്തു, ഉടനടി എൻ്റെ ബാങ്ക് മാനേജറായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. സോ ഒരു ലേഡിയാണ് ഇവിടെ എന്താ പറയുക ഫെഡറൽ ബാങ്ക്, ഞാൻ ജംഷഡ്പൂരിലാണല്ലോ. അപ്പോൾ ജംഷഡ്പൂരിലെ ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർക്ക് ഞാൻ അപ്പം തന്നെ ഈ വോയിസ് ക്ലിപ്പ് മൊത്തം അയച്ചു. എനിക്ക് വന്ന SMS ഉണ്ടല്ലോ, അവനയച്ചത് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഇത്ര ഡെബിറ്റായി എന്ന് വെച്ച മെസ്സേജും പിന്നെന്താണ് അവൻ്റെ ട്രൂ കോളറിൽ പോയിട്ട് ഞാൻ അവൻ്റെ സ്ക്രീൻഷോട്ട്, അവൻ്റെ ഡീറ്റെയിൽ, അവൻ്റെ ഫോൺ നമ്പറും ഒക്കെ എടുത്തിട്ട് ഞാൻ ബാങ്ക് മാനേജർ ഫോർവേഡ് ചെയ്തിട്ട് ബാങ്ക് മാനേജർക്ക് ഒരു വോയിസ് വിട്ടു. മാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി എനിക്ക് ഫർദർ എൻ്റെ അക്കൗണ്ട് സേഫ് ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? റൈറ്റ് നോ പൈസയൊന്നും ഇല്ല, ബാങ്ക് കാലിയാണ്. ഇനി എനിക്ക് അടുത്ത ഇതിലെന്തെങ്കിലും അവനായിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഞാനിതിനെന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ബാങ്കർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ബട്ടിൽ മാനേജറല്ല, അവർ ഭയങ്കര ബിസിയാണ്, അവർക്ക് അതൊന്നും ബ്ലൂടിക്ക് വന്നു, ബട്ട് കേട്ടിട്ടില്ല, ഓഡിയോ ഒന്നും കേട്ടിട്ടില്ല. അവരുടെ അടുത്ത് എനിക്ക് റിപ്ലൈ ചെയ്യുന്നു. ഇന്നലെ ഫോൾ ഡേ
അവരുടെ നിന്ന് എനിക്ക് ഒരു റിപ്ലൈയും വന്നിട്ടില്ല. എനിക്ക് ഇന്നലെ തിരിച്ച് കോൾ ചെയ്യാൻ എനിക്കും സമയം ഉണ്ടായിട്ടില്ല. കുറച്ച് സംതിങ് വേറൊരു കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ബിസിയായി പുറത്ത് പോകേണ്ടൊക്കെ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് കോൾ ചെയ്തിട്ട് മാമിനോട് സംസാരിക്കാനും പറ്റിയില്ല. കാരണം എല്ലാം ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാം അത് കേട്ടിട്ട് റിപ്ലൈ പറയട്ടെ എന്നുള്ള രീതിയിൽ ഇനി ഇല്ലെങ്കിൽ വിളിക്കാം. ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. സോ പക്ഷേ അവിടെയും ഞാനൊരു കാര്യം പറയാം. ഒരു ബാങ്കർക്ക് SMS-ൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിട്ട് ഓക്കെ ഓഡിയോ അവർ കേട്ടിട്ടില്ല, ഓക്കെ വലിയ ഓഡിയോ കേട്ടിട്ടില്ല. സ്ക്രീൻഷോട്ട് ഇട്ടതിൽ നിന്ന് അവർക്ക് കാണാമല്ലോ ഇത്ര ഡെബിറ്റഡ് എന്നെല്ലാം പറയുമ്പോൾ അവരെ അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ അവർക്കറിയില്ലേ ഫെഡറൽ ബാങ്കിൻ്റെ. സോ അവരപ്പോൾ ഉടനടി എന്നെ വിളിക്കേണ്ടതാണ്. സോ ഞാൻ അവരൊരു വീഴ്ച ഞാൻ പറയുന്നുണ്ട്. അത് അവർ ചെയ്യേണ്ടത്. എന്താണ് എൻ്റെ കസ്റ്റമർക്ക് എന്തോ കുഴപ്പമുണ്ട് അവരെ വിളിച്ച് ചോദിക്കട്ടെ എന്നവർ ചെയ്യണ്ടേ. അല്ലെങ്കിൽ ഈ ഓഡിയോ കേൾക്കാൻ അവർക്ക് സമയമില്ലെങ്കിലും എങ്ങനെയെങ്കിലും എന്നെ വിളിക്കുമോ എന്തെങ്കിലും ചെയ്തില്ല പോട്ടെ. ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഉടനടി ഹെൽപ്പൊന്നും കിട്ടിയിട്ടില്ല. അതും കൂടെ ഞാൻ ഈ നിമിഷം പറയട്ടെ. അപ്പം എനിക്കറിയാം എന്തായാലും അങ്ങോട്ട് വിളിച്ചേ പറ്റുന്നു. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ മാഡത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു മാഡം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പിന്നെ മാഡം ഒന്ന് നോക്കണേ. ഞാൻ വീണ്ടും ഇതൊന്ന് റിപ്പീറ്റ് ആയിട്ട് മാഡത്തിനോട് പറയാൻ നിൽക്കുന്നില്ല. മാഡം ടൈം എടുത്ത് വീട്ടിൽ നിന്നായാലും എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഒന്ന് എൻ്റെ വോയിസൊക്കെ ക്ലിപ്പ് കേട്ടിട്ട് എനിക്ക് ഫർദർ എൻ്റെ അക്കൗണ്ടിൽ പ്രോബ്ലം ഇല്ലാത്ത വിധത്തിൽ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് മാം എന്നെ അഡ്വൈസ് ചെയ്യണം. അല്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ട. ഓക്കെ അങ്ങനെ പറഞ്ഞു മാം. അവർ ശരി ഓക്കെ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടു. അപ്പോൾ ഇപ്പം മാം എന്തെങ്കിലും റിപ്ലൈ ഇട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീഷോയുടെ ഇതും എനിക്ക് നിങ്ങളിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ മീഷോയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക റീഫണ്ട് ഇഷ്യൂ എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. they don't have any customer care or quick response, nothing. അവിടെ ഒരു സംഭവമുണ്ട്, ഒരു ഫോണിൻ്റെ ചിത്രമുണ്ട്, പിന്നെ എന്തോ ഒരു ഐക്കണാണ്. ഞാനിവിടെ കാണിച്ചു തരാം. ആ ഒരൊറ്റ സാധനമേ ഉള്ളൂ. ആ ഒരൊറ്റ സാധനത്തിൽ ടൈപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 5 minutes വി വിൽ കോൾ യു ബാക്ക് ഇങ്ങോട്ട് വരും. ബട്ട് ദേ വിൽ നോട്ട്. എനിക്ക് എന്നെ കോൾ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ 2 ഫോണിലും മീഷോ അക്കൗണ്ട് ഉണ്ട്. 2ലും ഞാൻ ട്രൈ ചെയ്തിരുന്നു. I didn't get any call from them. So എങ്ങനെയാണ് കസ്റ്റമർ സർവീസിനെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഇപ്പം ആമസോണൊക്കെ ആണെങ്കിൽ അവർക്ക് ചാറ്റ് ഉണ്ട്. ഇവർക്ക് ഞാൻ ചാറ്റ് നോക്കി ഒന്നുമില്ല. ഞാൻ ആപ്പിൽ പോയി 4 കോർണറിൽ ഞാൻ നോക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് കാണുന്ന വീഡിയോ കാണുന്ന എക്സ്പേർട്ടുമാർ ഒന്ന് എനിക്കതൊന്ന് പറഞ്ഞു തരണം. എങ്ങനെയാണ് മീഷോയുടെ കസ്റ്റമർ കെയർ ആയിട്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്തത്. Otherwise, I never go to any Google or take any assistance. Direct from the app I can talk to them, na? So, എനിക്ക് പറ്റിയില്ല. സോ അതുകൊണ്ടല്ലേ ഞാൻ ഗൂഗിളിൽ പോയത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു സ്കാമിന് അടിമപ്പെടാൻ പോയത് രക്ഷപ്പെട്ടു. സോ അത് ഒരു വലിയൊരു കാര്യമല്ലേ. അപ്പം നിങ്ങളും അങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഓക്കെ ഗൂഗിളിൽ പോയി നോക്കാം, അക്കൗണ്ട് ഫോൺ നമ്പർ കിട്ടുമല്ലോ. ബട്ട് ആരും ചെയ്യരുത്. ആ തുടക്കത്തിലുള്ള അതും ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. എവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു നമ്പർ ആക്സസ് ആയതെന്നുള്ളത് അതും ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഇങ്ങനെ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മീഷോയുടെ ഇതും ഞാനൊരു കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ പറയുകയാണ്. മീഷോ അങ്ങനെ ചെയ്യരുത്. മീഷോ എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് അവരെ കസ്റ്റമറെ ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഓരോ പ്രൊഡക്റ്റിൻ്റെ കൂടെ അവർ വെക്കണം. ഒരു ചാറ്റ് ബോക്സോ എന്തെങ്കിലും സംതിങ് ലൈവ് അവർ വെക്കണം. കസ്റ്റമർ കെയർ അതില്ല. ഇനി ഇപ്പോൾ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ വാട്ട് എവർ എനിക്ക് ആ നമ്പർ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് വീണ്ടും തപ്പിയപ്പോൾ എനിക്കൊരു സപ്പോർട്ട് എന്നും പറഞ്ഞിട്ടൊരു മീഷോയുടെ ഒരു ഇമെയിൽ ID കിട്ടിയിട്ടുണ്ട്. ആ ഇമെയിൽ ID വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രോബ്ലം ഒക്കെ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അവർ റിപ്ലൈ അയച്ചോ എന്നൊന്നും ഞാൻ ഇപ്പോൾ ഈ ഫോർ ദ ടൈം ബീങ് ഞാൻ നോക്കിയിട്ടില്ല. ഗ്യാപ്പിൽ എൻ്റെ പൈസ കിട്ടുമോ എന്നറിയില്ല. പോയ മീഷോയുടെ കാശ് അവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് സേഫ് പൈസ പോയിട്ടില്ല. പക്ഷേ മീഷോയുടെ കാശിന് വേണ്ടിയിട്ടാണല്ലോ. അതെവിടെ അത് കിട്ടാൻ ഇപ്പം എന്ത് ചെയ്യും അതെനിക്കറിയില്ല. അതെനിക്കിപ്പം നോക്കണം. സോ ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. സോ ഇങ്ങനെ ആരും എന്താ പറയുക ഒരു ആപ്പിൻ്റെ കോൺടാക്റ്റ് നമ്പറിന് വേണ്ടി ആരും ഇത് നോക്കരുത്. അതായത് വേറെ നമ്പർ നോക്കുകയൊന്നും ചെയ്യരുത്, കോൺടാക്റ്റ് ചെയ്യരുത്. പിന്നെ എസ്പെഷ്യലി ഞാൻ ചെയ്ത തെറ്റ് ആരും ചെയ്യരുത്. ഇങ്ങനെ ഒരു ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സംഭവം ആരെങ്കിലും പറയുകയാണെങ്കിൽ സ്ക്രീൻ ദയവായി ഷെയർ ചെയ്യാതിരിക്കുക. അത് എൻ്റെ മണ്ടത്തരം. അതുകൊണ്ടാണല്ലോ OTP അവന് കിട്ടിയത്. OTP കിട്ടിയപ്പോൾ എന്തോ അവൻ ആക്സസ് ചെയ്യാൻ പറ്റിയത്. ബട്ട് എനിക്ക് എന്താ ചെയ്യുക? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് യാതൊരു വിവരവും ഇല്ല. അത് ഫെഡറൽ ബാങ്ക് മാനേജർക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് എന്താ ഞാൻ ചോദിച്ച
എനിക്ക് ഹെൽപ്പ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇ ബൈ ഓട്ടോറിയ അതിനെ പറ്റിയൊക്കെയാണ്, ആ ബിസിനസ്സിനെ പറ്റിയൊക്കെയാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാറ്. ഇതെനിക്ക് തോന്നി ഇത് ഉടനടി എല്ലാവർക്കും പാസ് ചെയ്യണം. കാരണം ഇങ്ങനെ ഈ മീഷോ എന്നുള്ള സൈറ്റ് നോർമലി എല്ലാവരും പ്രൊഡക്റ്റ് എടുക്കുന്ന സൈറ്റാണ്. ഒബ്വിയസ്ലി കസ്റ്റമറായിരിക്കെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യും ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ക്ഷമയോടെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് എ ലോട്ട്. സോ ഐ എം സൈനിങ് ഓഫ് ലീന ശ്രീ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബൈ ഓട്ടോറിയ ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. സോ താങ്ക് യു.